മോളിപ്പം പിന്നെ മരിച്ചുപോയി. ഇപ്പം പിന്നെ അത് എന്താണെന്ന് എന്താണെന്ന് ദുരൂഹ സാഹചര്യത്തിലാണ് ഉള്ളത് മരണം ഉണ്ടായിട്ടുള്ളത്. അവർ മുമ്പ് മുതലേ ഇവന് മദ്യപാനിയായതിൻ്റെ പേരിൽ മദ്യപിക്കുമ്പോൾ വെറുതായിട്ട് വയലൻ്റ് ആവുകയും ഒരു വെറുതെ ഉള്ള കാര്യത്തിന് ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവും. എന്താണ് സംഭവം എന്ന് ഇപ്പം ഇനിയിപ്പം എൻ്റെ ഫോറൻസിക് റിപ്പോർട്ടൊക്കെ വന്നാലല്ല അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പം അങ്ങനെയാണ്. പരാതി ഇതിനു മുമ്പ് ഇങ്ങനെ കേസൊക്കെ ആയതായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. വിവാഹത്തിന് ശേഷം ഒരു 3 വർഷമായപ്പോഴത്തേക്ക് പിന്നെ ഇതുകൊണ്ടൊക്കെ പീഡനം സഹിക്കുക വയ്യാതെ മർദ്ദനവും പീഡനമൊക്കെ ആയപ്പം ഇങ്ങനെ ഓടി ഇവിടെ വരികയൊക്കെ ചെയ്യുക, അങ്ങനെ വല്ല കേസൊക്കെ ആയി. അന്ന് കോടതിയിലൊക്കെ പിന്നെ കൗൺസിലിംഗ് ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും ഒന്നിപ്പിച്ചല്ല അവിടെ കൂടി കുഞ്ഞ് ആയപ്പോൾ പിന്നെ അതുകൊണ്ട് അങ്ങനെ കോംപ്രമൈസ് ചെയ്തതാണ്. അതിപ്പോൾ കുറേ വർഷം 5-6 വർഷത്തിന് മുന്നേ 7 വർഷത്തിന് മുന്നേ. അതിനുശേഷം പിന്നെ ഇപ്പം മോൾ അവിടെ ഉണ്ടല്ലോ. ഇപ്പം മോൾ അവിടെ കുഞ്ഞിനെ ഇവിടെ നിർത്തിയിട്ട് അത് നിരന്തരമുണ്ട്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. 1 വർഷം മുന്നേ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഇവന് ഈ ചില സന്ദർഭങ്ങളിൽ ഒരുപാട് മദ്യപിക്കുമ്പോൾ വയലൻ്റ് ആവും, ഓവറായിട്ട് വയലൻ്റായി. പിന്നെ എന്താ ചെയ്യുന്നത് അവന് തന്നെ അറിയത്തില്ല. മനസ്സിലായോ? പിറ്റേന്ന് ഇരുന്ന് രാവിലെ ഇരുന്ന് നിലവിളിക്കുകയും ചെയ്യും, പട്ടി കരയുന്നു നമുക്ക്. ഇങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരനാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവിടെ ഉള്ളപ്പോൾ ഇങ്ങനെ വയലൻ്റായി. അന്ന് ഞാനത് 2 പേരെയും വിളിച്ച് വേർപിരിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവരാനൊക്കെ ഉള്ള പ്ലാൻ ഇട്ടതായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് പിന്നെ ഇവൻ വീണ്ടും വന്ന് കാല് പിടിച്ച് കരയും. പെൺപിള്ളേരത് കേൾക്കുമ്പോൾ പെൺപിള്ളേരെ മനസ്സങ്ങ് കലിയത്തില്ലേ. അങ്ങനെ വീണ്ടും വിളിച്ചുകൊണ്ട് പോകും. വീണ്ടും കുറച്ച് ദിവസം കഴിയുമ്പം വീണ്ടും അവൻ ഇതുകൊണ്ടൊക്കെ വയലൻ്റ് ആവും. അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഏത് കാര്യം എന്തൊരു നിസ്സാര കാര്യം മതി അവൻ അതിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങിക്കോളും. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഇതിനകത്ത്. ഇന്നലെ രാത്രിയിലാണെന്ന് വിളിച്ചത്. പിന്നെ കുഞ്ഞുമായിട്ട് എപ്പോഴും വിളിച്ച് വീഡിയോ കോൾ സംസാരിക്കുകയല്ലേ ചെയ്യാറ്. ഇന്നലെ രാത്രിയിൽ വിളിച്ചിരിക്കും. ഞാൻ പിന്നെ രാത്രിയിലൊന്നും തന്നെ വിളിച്ചില്ല. ഞാൻ രാവിലെ അങ്ങോട്ട് പിന്നെ അമ്പലത്തിൽ പോയിരുന്നു. എനിക്ക് ഒരു ഓട്ടം ഉണ്ട്. അപ്പോൾ തിരിച്ചു വരുന്ന വഴി ഞാൻ ഈ വിവരം വിളിച്ചെന്നെ പറയുന്നത്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഒന്നും വന്നില്ല. ഇവിടെ വിളിച്ച് പറഞ്ഞായിരിക്കും. വാട്സപ്പിൽ അന്നേരം ഇതിൻ്റെയൊക്കെ അവൾ തന്നെ വീഡിയോ എടുക്കും. മുമ്പ് ഇതുകൊണ്ടൊക്കെ അവൾ വയലൻ്റായ സമയത്ത് കുറേ വീഡിയോ എടുത്ത് കണ്ടു എൻ്റെ വാട്സപ്പിൽ ഉണ്ടായിരുന്നത്. അതൊക്കെ പിന്നെ ഞങ്ങളങ്ങ് വിട്ട്. പിന്നെയും ഇപ്പം ഈ ഫൈനലി ഇപ്പോൾ ഉണ്ടായത് വാട്സപ്പിലൊക്കെ ഇവിടെ പിന്നെ എൻ്റെ വൈഫിൻ്റെ ഫോണിനകത്തുണ്ട്. അതൊക്കെ അത് നമ്മൾ അതിലൊക്കെ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. അങ്ങനെ അങ്ങനെ മരണം എന്തായാലും എൻ്റെ മകൾ ഇത് ചെയ്യുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. അവൾ ചെയ്യാൻ സാധ്യതയില്ല. കാരണം ഒരുപാട് ആവുന്നുള്ളതാണ്. ഇൻവെസ്റ്റ് ചെയ്യുക, കുഞ്ഞിനോടുള്ള സ്നേഹം അത്ര ഉള്ളതാണ്. ചെയ്യുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല.